കെ ഫോൺ സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നിർത്തലാക്കുന്നതോടെ പ്രതിസന്ധിയിലാകുന്ന സംസ്ഥാനത്തെ 6000-ലധികം സർക്കാർ വിദ്യാലയങ്ങളാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളിൽ അടക്കം ഇന്റർനെറ്റ് സേവനം നിർബന്ധമെന്നിരിക്കെ സ്കൂളുകൾക്ക് ഈ സാമ്പത്തിക ഭാരം കൂടി താങ്ങാനാവുന്ന സ്ഥിതിയല്ല. വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് ബാധിക്കുമെന്നതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ IT വിദ്യാഭ്യാസം എത്തിക്കാൻ 2001 തുടങ്ങിയ പദ്ധതി 2017 കൈറ്റ്സ് എന്ന പേരിൽ പരിഷ്കരിച്ചത്. ഇതുവഴി സ്മാർട്ട് ക്ലാസ് റൂമുകൾ മുതൽ കെ ഫോണിലൂടെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗകര്യങ്ങളും സ്കൂളിലേക്ക് എത്തിച്ചു. എന്നാൽ 6000-ലധികം വിദ്യാലയങ്ങളിൽ സൗജന്യമായി നൽകി വന്ന കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ പൊടുന്നനെ UDF ഗവൺമെന്റ് നിർത്തലാക്കി. ഇതോടെയാണ് സ്കൂളുകൾ പ്രതിസന്ധിയിലായത്. ഏതൊരു വിദ്യാലയങ്ങളിലും ഇപ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്നോ രക്ഷിതാക്കളിൽ നിന്നോ ഫണ്ട് വാങ്ങുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളിൽ വരുന്ന ദൈനംദിന കാര്യങ്ങൾ പോലും ഹെഡ് മാസ്റ്റർമാരും അധ്യാപകരും ഒക്കെ ഓഹരി വെച്ചും രക്ഷിതാക്കളിൽ കഴിയുന്നവരോട് വിഹിതം വാങ്ങിയും ഒക്കെയാണ് നടത്തുന്നത്. ആ സാഹചര്യത്തിൽ ഇത് പ്രധാന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളവും അധ്യാപകരെയും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂടുതൽ ബാധ്യതയായി വരികയാണ്. സ്കൂളുകൾക്ക് വിവിധ വിഭാഗങ്ങളിലായി ലഭിക്കേണ്ട തുക പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് സൗജന്യ ഇന്റർനെറ്റും നിർത്തലാക്കിയത്. ഇന്റർനെറ്റ് നിർബന്ധമെന്നിരിക്കെ സ്കൂളുകൾ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദത്തിലേക്കും കടക്കും. ഇതോടെ വിദ്യാർത്ഥികളുടെ പഠനം എന്താകുമെന്ന ആശങ്കയിലാണ് രക്ഷിതാക്കൾ. കെ ഫോൺ പോലുള്ള സൗജന്യ പദ്ധതികൾ നിർത്തലാക്കരുത്. അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് പേര് ഈ കേരളത്തിലുണ്ട്. കോർപ്പറേറ്റുകളുടെ മക്കളല്ല സർക്കാർ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. സാധാരണക്കാരൻ്റെ കൂലിപ്പണിക്കാരൻ്റെയും അന്നന്നത്തുള്ള അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ്റെ മക്കളാണ് സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത്. ഇടുക്കി, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ ഏക ആശ്രയം കെ ഫോൺ വഴിയുള്ള അതിവേഗ ഇന്റർനെറ്റ് ആയിരുന്നു. മാസം 1000-കണക്കിന് രൂപ ഇന്റർനെറ്റ് ബില്ലിനത്തിൽ കൂടി ചെലവിടാൻ ഇത്തരം സ്കൂളുകൾക്കാവില്ല. സർക്കാർ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് അധ്യാപക സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. ബിഗ് TV, തിരുവനന്തപുരം.